അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര വസ്തുതയുണ്ട്. ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഉണ്ട്. അതായത് എന്നും CPM, അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുന്നണിയിൽ അദ്ദേഹം അലങ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും CPM എന്നും കെ മാണി സാറിനെ ആദരിച്ച ചരിത്രമുള്ളൂ. പാലക്കാട് പ്ലീനത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ കൊണ്ട് സാമ്പത്തിക രേഖ അവതരിപ്പിച്ചൊരു പാർട്ടിയാണ് CPM. മാണി സാറിനെ ബാർക്കോഴ കേസ് കുടുക്കിയത് UDF-കാരാ. അതിലൊന്നും CPM-കാർക്ക് യാതൊരു പങ്കുമില്ല. കള്ളക്കഥകളും ആ കോഴകളെല്ലാം പുറത്തു കൊണ്ടുവന്നല്ല UDF-കാർ തന്നെയാ. ഒരു ബാറിന്റെ മുതലാളി, തളിപ്പറമ്പുകാരന്റെ ബാർ മുതലാളി പറഞ്ഞ പിന്നെ നോട്ടടി യന്ത്രത്തെ കുറിച്ചെല്ലാം കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് CPM-ന്റെ ഏതെങ്കിലും നേതാവിന്റെ വായിലൂടെ വന്നതല്ല. UDF-ലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന്റെ നേതാക്കന്മാരും മാണി സാറിനോട് ചെയ്ത കൊടും ക്രൂരത ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊന്നും ഇവിടെ ആര് നിഷേധിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ മറവിയെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ജയശങ്കർ സാറിനെ പോലുള്ളവർ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇപ്പൊ റെജി ലൂക്കോസ് പറയുന്ന രീതിയിലാണെങ്കിൽ KM മാണി സാറിനെ പോലെ ഒരു പരിശുദ്ധ പുണ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ, പരമസാത്വികനായിട്ടുള്ള ഒരു വ്യക്തി, പത്രോസ് ലീഹായെ പോലെ വിശുദ്ധനായ ഒരു മാന്യദേഹം, അദ്ദേഹത്തെ ഈ കോൺഗ്രസുകാരായ പോഖരികളുടെ ദുഷ്പ്രചരണം കേട്ട്, അതായത് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ജോസഫ് വാഴക്കൻ മുതലായ ആളുകളുടെ ഗൂഢാലോചനയുടെ പൊരുൾ അറിയാതെ നിഷ്കളങ്കരായ CPM-കാർ തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തിനെതിരെ ചില കലാപരിപാടികൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് പറയേണ്ട വരും. അങ്ങനെ അത് കോൺഗ്രസ്സുകാർ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ KM മാണി മര്യാദക്കാരനാണ്, ഞങ്ങൾക്കറിയാം. പാലക്കാട് പ്ലീനത്തിൽ വന്ന് പേപ്പർ അവതരിപ്പിച്ച ആളാണ്. പക്ഷേ ഈ ബിജു രമേശും അതുപോലെ ജോസഫ് വാഴക്കനും കൂടി ചേർന്നുണ്ടാക്കിയ ഈ നാടകത്തിൽ ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അവിടെ VS അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം നിങ്ങൾ ഓർക്കല്ലേ? പുള്ളി ബൈബിളൊക്കെ കോട്ട് ചെയ്തിട്ട് പ്രസംഗിച്ച് കെടാത്ത തീയും ആളുന്ന ഗന്ധകവുമുള്ള നരകത്തിലേക്ക് മാണി നിപതിക്കും എന്ന് പറഞ്ഞ ഓർക്കല്ലേ? ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നും. മറ്റെല്ലാം നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം മാണി എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അത് തെറ്റായിരുന്നു പറയാൻ പറ്റുമോ? റെജി ലൂക്കോസിന് പറയാൻ പറ്റൂ? അച്യുതാനന്ദൻ തന്നെ ഇപ്പോ സുഖമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പ്രതികരിക്കാനും പറ്റുകയില്ല. പക്ഷെ ഇവിടെ എല്ലാവരും മരക്കിഴങ്ങ് പുഴുകി തിന്നുന്നവരാണെന്ന് വിചാരിക്കരുത്.